എല്ലാവർക്കും നമസ്കാരം. പാഷൻ ടു ബിസിനസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രൈസിംഗ് സ്ട്രാറ്റജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ബിസിനസ്സിന് ഏറ്റവും വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പ്രൈസിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മുടെ ഒരു പ്രോഫിറ്റബിലിറ്റി മാത്രമല്ല അത് ബാധിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ അതിനെ എത്രമാത്രം അംഗീകരിക്കുന്നു, നമ്മുടെ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിനെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളതും നമുക്കതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു മാർക്കറ്റിംഗ് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് കസ്റ്റമർ പ്രിഫറൻസസ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കസ്റ്റമർക്ക് അത് ആ ഒരു പർച്ചേസിങ് ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കണം. കസ്റ്റമർ അത് വാങ്ങിക്കാൻ ബില്ലിങ്നെസ് ആണോ, അവർക്ക് ആ പ്രൈസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കസ്റ്റമറിന്റെ പ്രിഫറൻസസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ്സ് അനാലിസിസ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കോമ്പറ്റീറ്റർ സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മുടെ വിപണിയിൽ വില കുറച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ അതിനേക്കാളും കുറഞ്ഞ പ്രൈസ് സെറ്റ് ചെയ്യുകയല്ല വേണ്ടത്. അത് നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് നമ്മളത് നല്ലൊരു പൊസിഷൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വസ്ത്രങ്ങളുടെ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ ജോർജറ്റ് ഫാബ്രിക്സിലുള്ള ഒരുപാട് കുർത്തികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആ ജോർജറ്റ് ഫാബ്രിക് കസ്റ്റമർ നോക്കുമ്പോൾ എല്ലാ കളറും എല്ലാം സെയിം ആയിരിക്കും, അതിനകത്ത് കൊടുത്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ അതിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വേരി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് ഡെൻസിറ്റി ഡിഫറൻസിലുള്ള മെറ്റീരിയൽസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. സോ അപ്പോൾ നമുക്കത് കസ്റ്റമർക്ക് അത് ബോധ്യം വരണം. കാരണം അത് വാങ്ങിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അതിൽ പെർഫെക്ഷൻ ഓഫ് സ്റ്റിച്ചിങ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് ഒന്നിന് കുറച്ചുകൂടി മെച്ചത്തിലുള്ള, കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി ഉള്ള തരത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രൈസിങ് നമുക്കൊരു പൊസിഷൻ ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെ നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനകത്ത് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രൈസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും കസ്റ്റമറോട് കോമ്പീറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒരു അവസരം നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ കോസ്റ്റ് അനാലിസിസ് നടത്തുക. നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. ആ കോസ്റ്റുകൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും ഒരു പ്രോഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ ആ ഒരു പ്രൈസിന് നമ്മൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആവാം, ലേബർ കോസ്റ്റ് ആവാം, മറ്റ് നിരവധി കോസ്റ്റുകൾ വരുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ. അപ്പോൾ ആ കോസ്റ്റുകളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിന് മറികടക്കുന്ന തരത്തിൽ ഒരു പ്രോഫിറ്റ്, നമ്മുടെ ബിസിനസ് നമ്മൾ എത്രയാണോ സ്കെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഒരു മാർജിൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിനെ പ്രൊഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് നല്ലൊരു പ്രൈസിങ് സ്ട്രാറ്റജി അതിലൂടെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് സെറ്റ് ചെയ്യുക എന്നാണ് പറയുക. സാധാരണ നമ്മുടെ ഒരു കോസ്റ്റ് എത്രമാത്രം വന്നു ആ കോസ്റ്റിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളുടെ ഒരു പ്രോഫിറ്റ് സെയിൽ നടന്നു പോവുകയാണെങ്കിൽ ബാക്കി വരുന്നത് നമുക്കുടെ പ്രോഫിറ്റ് ആയിരിക്കും. സോ അങ്ങനെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ റീസെല്ലേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഒരു വെഹിക്കിള് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നമുക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പെൻസസ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കാക്കിയതിന് ശേഷം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിലൂടെ ഓൺലൈനിലൂടെ ഒക്കെയാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ കോസ്റ്റ് എല്ലാം നമ്മൾ കണക്കാക്കിയതിന് ശേഷം അതിനെ മറികടന്ന് ആ നമുക്ക് കുറച്ച് സെല്ലിങ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കോസ്റ്റ് നമ്മുടെ ഒരു എത്രത്തോളം നമുക്ക് വന്നിട്ടുണ്ട്. ആ കോസ്റ്റിനെ നമ്മൾ ബ്രേക്ക് ഈവൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന പ്രോഫിറ്റ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിൽ നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്തി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ഓപ്ഷൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ ടാക്സ് അതുപോലെ തന്നെ വരുന്ന മറ്റുള്ള നിരവധി കോസ്റ്റുകൾ ഉണ്ടാവും. ഒരു പ്രൊഡക്ഷൻ ആയാലും സെല്ലിംഗ് ആയാലും നമുക്ക് ടാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അതിനെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു പ്രൈസിങ് നിശ്ചയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ റീസെല്ലേഴ്സ് ആണെങ്കിൽ നോർമലി ഒരു 40%, 30% ഒക്കെ ഒരു പ്രൈസിങ് ഇട്ടിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. അതിലും കൂടുതൽ ആവരുത്. കാരണം അത് നമ്മുടെ സെല്ലിങ്ങിനെ ഒരുപാട് ബാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. ബിഹേവിയറൽ പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. മീൻസ് സൈക്കോളജിക്കൽ ഫാക്ടർ ഒക്കെ ഉണ്ട്. അതായത് നമ്മളൊരു പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ 200 ഫോർ എക്സാമ്പിൾ
നമ്മൾ 200 ആണെങ്കിൽ 199 എന്ന് പറയുമ്പോൾ 200 താഴെ. അതുപോലെ തന്നെ 2000 ആണെങ്കിൽ 1199 എന്ന് പറയുമ്പോൾ അത് 2000 താഴെ. അതുപോലെ തന്നെ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട്, ഡിസ്കൗണ്ടുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പ്രൊമോഷൻസ്, നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു വെബ്സൈറ്റിലാണെങ്കിലും നമ്മുടെ ഷോപ്പിലാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു പ്രൈസിങ് ടാഗ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് കസ്റ്റമറിലേക്കുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്, ക്ലാരിറ്റിയാണ്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ഇനിയും പഠിക്കുവാനുണ്ട്. ഈ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ഓൺലൈനിൽ സെല്ല് ചെയ്യാം, എങ്ങനെ പ്രൈസിംഗ് ഒക്കെ നിശ്ചയിച്ച് എങ്ങനെ നമുക്കത് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് സെല്ല് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ഞാൻ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിനകത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ കമ്മ്യൂണിറ്റി പാഷൻ ടു ബിസിനസ്സിൻ്റെയൊക്കെ വരുന്ന എല്ലാ മെമ്പേഴ്സിനും ഞാൻ സ്വാഗതം പറയുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി. ബൈ ബൈ. ടേക്ക് കെയർ.